സുബ്ഹാനല്ലാഹ്. രാവിലെ 8 മണി വരെ പലരോടും സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു 9 മണിക്കടുത്ത് പെട്ടെന്ന് മരിച്ചുപോയി. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. ചെറുപ്പക്കാരെ, തല നരക്കണമെന്നില്ല കേട്ടോ, താടി നരക്കണമെന്നില്ല കേട്ടോ. അതാണ് ഇബ്നു ബാത്തുൽ മിസ്രി തങ്ങൾ പറഞ്ഞത്. മോനെ, നീ കണ്ടിട്ടില്ലേ പച്ചമാങ്ങ തച്ചിരുന്നത്? കണ്ടിട്ടില്ലേ പച്ചക്കായ ഇരിഞ്ഞെടുക്കുന്നത്? കണ്ടിട്ടില്ലേ? പോകട്ടെ കുട്ടികളെ, ഉണ്ണിമാങ്ങ കൊഴിഞ്ഞു പോകുന്നത് കണ്ടിട്ടില്ലേ? പച്ചക്കറി മിടിയിട്ട് വരുമ്പോ ഈച്ച കുത്തിപ്പോകുന്നത് കണ്ടിട്ടില്ലേ? പ്രായക്കണക്കില്ല കേട്ടോ, നിശ്ചയിച്ച സമയത്ത് പോകേണ്ടി വരും. അതിന് ഒരുങ്ങി ജീവിക്കുന്നവനാരോ അവനാണ് ബുദ്ധിയുള്ളവൻ, അവനാണ് ചിന്തയുള്ളവൻ, അവനാണ് വിജയം കൈവരിച്ചവൻ. റബ്ബേ, അക്കൂട്ടത്തിൽ സാധുക്കളായ ഞങ്ങളെയും നിങ്ങളെ സ്നേഹിക്കുന്നവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചതെല്ലാം കൈയൊഴിക്കണം, കൽപ്പിച്ചതെല്ലാം എടുക്കണം, കുർബാനകളിൽ നിന്ന് മാറി നിൽക്കണം, നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കണം. അതിന് അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദീനനുസരിച്ച് നമ്മൾ അങ്ങ് ജീവിച്ചാൽ അത് തന്നെയല്ലേ വിജയം. ഇക്രിമത്ത് ബിൻ അബീ ജഹൽ വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് അബൂജഹലിന്റെ മകനാണ്. ചോദിക്കുന്നു, മുഹമ്മദേ, അവിടെ അതാ ഒരു വലിയ പാറക്കഷ്ണം. ആ പാറക്കഷ്ണം വെള്ളത്തിന്റെ മേലെ കൂടെ നീന്തിയിട്ട് നിങ്ങൾ വിളിച്ചാൽ ഇങ്ങോട്ട് ഇക്കരേക്ക് വരുത്താൻ കഴിയോ? ഓഹോ, അതേ, വിളിക്കാം. അവിടുന്ന് ചൂണ്ടിപ്പറയേണ്ട താമസം വെള്ളത്തിന്റെ മേലെ കൂടെ കല്ല് നീന്തുകയാണ്, സമീപത്തെത്തുകയാണ്. ഇക്രിമത്ത് പറയുന്നു, അതേപോലെ ഒന്ന് തിരിച്ചു പോകാൻ പറഞ്ഞു. തിരിച്ചു പോവുകയാണ്. ഇക്രിമത്ത് റളിയല്ലാഹു അൻഹു വിശ്വസിക്കുകയാണ്, ബാപ്പയുടെ വഴിവിടുകയാണ്, ഷഹാദത്ത് കലിമ ചൊല്ലുകയാണ്. സുഹൃത്തുക്കളെ, മുഅ്ജിസത്ത് കണ്ടിട്ട് എത്ര ആളുകളായി ഇസ്ലാമിലേക്ക് വന്നത്. എന്നാൽ അവിടുത്തെ ശേഷം പിന്നെ കറാമത്തുകളാണ്. കറാമത്ത് കണ്ടിട്ട് എത്ര പേരാണ് ഇസ്ലാമിലേക്ക് വന്നത്. ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. എന്റെ ചെറുപ്പക്കാരെ, എഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങൾ സദസ്സിലേക്ക് വരണം. അല്ലാഹുവേ, ഞങ്ങളെ മജ്ലിസിനെ ദുആക്കുത്തരമുള്ള മജ്ലിസാക്കണേ റഹ്മാനെ. നിങ്ങളെല്ലാവരെയും നീ പൊരുത്തപ്പെട്ട മുഅ്മിനീങ്ങളിൽ പെടുത്തണം റഹ്മാനെ. ഈ അടുത്ത് വരണ്ട, പൊടി മാറും. ഓ സഹോദരന്മാരെ, മഹാനായ ഖാജാ മുഈനുദ്ദീൻ ജിസ്തിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഇന്ത്യയിലേക്ക് വന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ്. നബി തങ്ങൾ ഖബറിൽ ജീവിച്ചിരിക്കുകയാണ്. അവിടുന്ന് വിഷയങ്ങളിൽ ഏർപ്പെടുകയാണ്, ഇടപെടുകയാണ്. അതിന് ധാരാളം തെളിവുകളുണ്ട്. ഞാൻ ബുറുദ ബൈത്ത് സംസാരിക്കുമ്പോൾ ബുറുദയുടെ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. അവിടെ എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇടപെടലുകൾ, വഫാത്തിന് ശേഷമുള്ള ഇടപെടലുകൾ കാണാം. ഇപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. സുഹൃത്തുക്കളെ, ഇമാം ബൂസരി തങ്ങൾക്ക് രോഗമുണ്ടായിരുന്നു. രോഗത്തിന് മുമ്പ് പല പദ്യങ്ങളും ചൊല്ലിയിരുന്നു. ഹംസയും മുദരിയുമൊക്കെ അതിൽപ്പെട്ടതാണ്. രോഗം മാറാൻ ചൊല്ലിയ പദ്യമാണ് ബുറുദ. അതിന്റെ പേര് അൽ കവാകിബുദ് ദുർരിയ ഫീ മദ്ഹി ഖൈറിൽ ബരിയ. അൽ ബുറുദ എന്ന പേര് കിട്ടിയതോ ആ ബുറുദ ബൈത്ത് ഉറക്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കേൾപ്പിച്ചു കൊടുത്തു. രോഗമുള്ള സ്ഥലത്ത് കൈകൊണ്ട് തടകിക്കൊടുത്തു. തൽക്ഷണം രോഗം മാറിപ്പോയി. അതിനുശേഷം ഒരു സാലെടുത്തു. ആ സാല് അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പാടിയ ഇമാം ബൂസരി തങ്ങളെ കഴുത്തിലങ്ങ് പുതപ്പിച്ചു കൊടുത്തു. ആ
പുതപ്പിച്ചു കൊടുത്ത സാല് ഉറക്ക് തെളിഞ്ഞപ്പോൾ കഴുത്തിൽ കാണാനുണ്ട്, ഉറക്ക് തെളിഞ്ഞപ്പോൾ ആ സാല് കഴുത്തിൽ കാണാനുണ്ട്. അതുകൊണ്ടാണ് അൽ ബുറുദ പുതപ്പ് എന്ന പേരാ കാവ്യത്തിന് വന്നതെന്ന് പണ്ഡിതന്മാര് രേഖപ്പെടുത്തുന്നു. വേറെയും പല കാരണങ്ങളും പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതൊക്കെ എന്റെ ബുറുദയുടെ വിശദീകരണത്തിൽ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. പറഞ്ഞു വന്നത് ഖാജാ മുഈനുദ്ദീനിൽ ജിസ്തല്ലജ്മീരി തങ്ങൾക്ക് ഇന്ത്യയിലേക്ക് വരാൻ നിർദ്ദേശമാണ്. ഇന്ത്യയിൽ വന്ന് വാളുകൊണ്ട് വെട്ടിപ്പിടിച്ചതല്ല, മറിച്ച് അവിടുത്തെ ഖറാബത്ത് കണ്ട് ജനങ്ങൾ ഇസ്ലാമിലേക്ക് വന്നതാണ്. ഇന്ത്യയിൽ വരുന്നതിന് മുമ്പ് ഇറാഖിലൂടെ യാത്ര ചെയ്യുകയാണ്. ഗൗസുൽ ആലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളെ അനുസ്മരിക്കുന്ന റബീഉൽ ആഖിറല്ലേ മഹാനവറുകളുമായി അതാ ഇറാഖിൽ വെച്ച് സംഭാഷണം നടത്തുകയാണ്. അവിടുന്ന് യാത്ര തിരിക്കുകയാണ്. യാത്ര പോകുന്നതിനിടയിൽ ഒരു സ്ഥലത്ത് തീ കാണുന്നു. കൂടെ മുരീദന്മാരുണ്ട്. ശരിയായ ശൈഖാണ് കേട്ടോ, ശരിയായ ശൈഖാണ്, ഡ്യൂപ്ലിക്കേറ്റ് അല്ല. ശൈഖന്മാർക്ക് ശൈഖാണ്. ശരിയായ ശൈഖന്മാർ അവരെന്ത് പറഞ്ഞാലും സ്വീകരിക്കണമെന്ന് കിതാബില് ഏതുപോലെന്നറിയോ? ചില കിതാബിലുണ്ടാവും ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു വല്ലതും പറഞ്ഞു, അതിനെതിരായിട്ട് ഹദീസിലുണ്ട് എന്ന് നമുക്ക് തോന്നി, എന്നാലും ഷാഫി ഇമാം പറഞ്ഞു മുജ്തഹിദായ ഇമാം പറഞ്ഞ് സ്വീകരിക്കണം. എന്റെ അർത്ഥം ഹദീസിനെതിരെ ചെയ്യണമെന്നല്ല, പിന്നെ ഹദീസ് നമുക്ക് മനസ്സിലാവില്ല, ഷാഫി ഇമാമിന് മനസ്സിലാവൂല, നമുക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് ഷാഫി പറഞ്ഞു സ്വീകരിച്ചാൽ നമുക്ക് കേൾക്കൂല. നമ്മളിന്ന് പോയാലോ അവനോയപ്പോ വെച്ചു. അങ്ങനെയാണല്ലോ നിങ്ങൾ കണ്ടില്ലേ, കുട്ടിയൊക്കെ ഉള്ളി കുടിക്കാൻ വേണ്ടി കത്തി കൊടുത്ത മാതിരിയായി പോയത്. ഉള്ളി വെട്ടുന്ന വലിയൊരു ഉള്ളി വെട്ടുന്നുണ്ട്, കുട്ടിയൊക്കെ ഉള്ളി വെട്ടാവും കത്തി കൊടുത്ത് അങ്ങനെ ഉണ്ടാവും. ബെരലുവാക്കിണ്ടാവില്ലേ മുജാഹിദീങ്ങൾ ഹദീസ് നോക്കി എന്തായി വെട്ടിയപ്പോ 12 ബെരലാ തെറിച്ചത്. തറാബീഹിന്റെ 12 4 മദ്ഹബിന്റെ ഇമാമിലൊന്നും ഒക്കെ തിരുവരക്കെ ഇവർക്ക് 8 ഇങ്ങനെ ബെരല് തെറിച്ചു അറിഞ്ഞുകൊണ്ട് ഉള്ളി വെട്ടി അങ്ങനെ അതുപോലെയായി പോവും. അതുകൊണ്ട് അല്ലാതെ അതിനർത്ഥം ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ ഹദീസ് കള്ളണമെന്നല്ല, നമുക്ക് ഹദീസ് അറിഞ്ഞൂടാണ്. ഇതുപോലെ വലിയ വലിയ ശൈഖന്മാര്, വലിയ ശൈഖന്മാര് അവരെന്തെങ്കിലും പറഞ്ഞാൽ നമ്മളത് പൂർണ്ണമായി സ്വീകരിക്കണം. മയ്യിത്ത് കുളിപ്പിക്കുന്ന ആളെ മുന്നിൽ എങ്ങനെയാണ് അതുപോലെ ആയിരിക്കണം എന്ന് ചില കിതാബിൽ ഞാനത് പറയാൻ കാരണം, ഞാൻ ഇപ്പൊ വരുമ്പോ എനിക്കൊരാള് എന്റെ കാറിലുള്ള കുട്ടി ഒരു വാട്സപ്പിൽ അയച്ച ഒരു ഇബാറത്ത് കൊടുത്തു നോക്കുമ്പോ എന്താ അറിയോ, ഒരു ചങ്ങാതി ശൈഖാന്നും പറഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ് ഒരു നിലക്കും അള്ളാഹ് വ്യക്തപ്പെടാത്ത പച്ച ഹറാമ് ചെയ്യാം. എന്നിട്ട് ചെയ്യുന്നത് ഒരാളെ കൂടെ അവനോട് പറഞ്ഞിട്ട് ശൈഖന്മാര് എന്ത് ചെയ്താലും അതൊന്നും ചോദ്യം ചെയ്യാൻ പാടില്ല, മയ്യിത്ത് കിടക്കും പോലെ കിടന്നോളണം, ഞാനില്ല. അങ്ങനത്തെ ലോകാണിപ്പോ. അതുകൊണ്ടാണ് ഞാനത് സൂചിപ്പിച്ചത്. സുഹൃത്തുക്കളെ, അതിനല്ലേ മുജാഹിദീകളും പറയുന്നത് എന്ത് ഹദീസും ഖുർആനും കിട്ടിയാ പിന്നെ ഷാഫി പറഞ്ഞു ഒന്നും നോക്കണ്ട. അങ്ങനല്ല, ഹദീസും ഖുർആനും അറിയുന്ന ഇമാമിങ്ങൾ പറഞ്ഞു സ്വീകരിക്കണം. ശൈഖന്മാരാണോ അവർ അങ്ങനത്തെ ഒരു ഹറാമും അവർ ചെയ്യാൻ പറയൂല, ചെയ്യിക്കൂല, അവര് ചെയ്യൂല. അതിപ്പോ പറയാൻ സമയമില്ല, അതൊക്കെ നമ്മൾ ബുറുദന്റെ സറയിൽ തന്നെ ബുറുദ പറയുന്ന സമയത്ത് തന്നെ ആ പദ്യത്തിന്റെ വിവരണത്തിൽ ഞാൻ അതിനെ സംബന്ധിച്ച് കുറെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, പറഞ്ഞു വന്നത് മഹാനായ ഖാജാ മുഈനുദ്ദീൻ അജ്മീരി തങ്ങളും വലിയ മഹാനാണ്, ശൈഖാണ്, ഖുത്ബാണ്. ഇറാഖിലൂടെ പോകുമ്പോ തീ കത്തുന്നത് കാണുന്നു. ശിഷ്യന്മാരോടൊന്ന് കുറച്ച് തീ എടുത്തുകൊണ്ടുവരണം. തീ കൊണ്ടുവരാൻ ചെന്ന് നോക്കുമ്പോൾ തീനെ ആരാധിക്കുന്ന കക്ഷികളാണ്. അവര് തീനെ ആരാധിക്കുകയാണ്. ആ തീ എടുക്കാൻ പോയാ വെറുതെ വിടുവോ? ശിഷ്യന്മാരെ ആളുകളത് ആക്രമിക്കാൻ വരുന്നു. ശിഷ്യന്മാര് വന്ന് മാറിക്കളഞ്ഞു. ഖാജാ മുഈനുദ്ദീൻ അജ്മീരി തങ്ങളെ സദസ്സിൽ എന്ന് പറഞ്ഞു അങ്ങോട്ട് അടുത്തുകൂടാ, അവര് തീനെ ആരാധിക്കാണ്. മഹാനവറുകൾ പറഞ്ഞ ഞാൻ തന്നെ വരാ. നേരെ തീനെ ആരാധിക്കുന്ന കക്ഷികളെ സമീപത്തേക്ക് ചെന്നു. സുബ്ഹാനല്ലാഹ്, ചെന്നിട്ട് പറഞ്ഞു, മക്കളെ ഞാൻ പറയേണ്ടത് പറയണ്ടേ, അതുകൊണ്ട് പറയാണ്, വിഷമം വേണ്ട. ഈ തീ എന്ന് പറയുന്ന സാധനത്തിന് ഒരു ശക്തിയുമില്ല.
ശക്തിയുള്ളവന് തീരെ പടച്ച റബ്ബാണ്. ആരാധിക്കേണ്ടതാ റബ്ബിനെയാണ്. ഈ തീക്ക് ശക്തിയില്ലെന്ന് വേണമെങ്കിൽ ഞാൻ പെട്ടെന്ന് തെളിയിച്ചു തരാം. നിങ്ങളൊരു ബക്കറ്റ് വെള്ളം കൊണ്ടുവരൂ. ഈ തീയിലങ്ങൊഴിച്ചാൽ ഈ തീയിന്റെ അഡ്രസ് കാണൂല. ഇങ്ങനത്തെ ഒരു സാധനം ദൈവമാകാൻ പറ്റുമോ? ഇങ്ങനത്തെ ഒരു സാധനത്തെ നമുക്ക് ആരാധിക്കാൻ പറ്റുമോ? അതാ വെള്ളത്തിന് മുമ്പിൽ പരാജയമല്ലേ? ദൈവം പരാജയപ്പെടാൻ പറ്റുമോ? ദൈവം മറ്റൊന്ന് വന്നിട്ട് മേലെ വീഴുമ്പോഴേക്ക് അഡ്രസ് ഇല്ലാതെ ആകാൻ പറ്റുമോ? അതുകൊണ്ട് തീ ആരാധിക്കപ്പെടേണ്ട വസ്തുവല്ല. ദൈവമോ യഥാർത്ഥ ദൈവമായ അല്ലാഹു, അവൻ വലിയ കാരുണ്യമുള്ള രാജാവാണ്. അവൻ കൊടുത്ത നാവ് കൊണ്ട് ചീത്ത പറഞ്ഞാലും, അവൻ കൊടുത്ത നാവ് കൊണ്ട് ദൈവമില്ലെന്ന് പറഞ്ഞാലും ആ നാവിന്റെ ശക്തി കുറക്കാതെ പിന്നെയും കാരുണ്യം ചെയ്യുന്ന റബ്ബാണ്. അവൻ കൊടുത്ത വയറ്റിൽ ഹറാമ് കഴിച്ചാലും വയറ്റിൽ പിന്നെയും ശക്തി കൊടുക്കുന്ന റബ്ബാണ്. അവൻ വല്ലാത്ത കാരുണ്യമുള്ള റബ്ബാണ്. തീ അങ്ങനെയല്ല, തീ വലിയ ക്രൂരതയുള്ള സാധനമാണ്. തീക്ക് വിറക് കൊടുക്കുന്നവന്റെ കൈ അറിയാതെ തീയിൽപ്പെട്ട തീ പൊള്ളിക്കും. സ്വന്തം എനിക്ക് തിന്നാൻ വിറക് തരികയാണെന്ന ബോധം പോലും ഇല്ലാതെ ക്രൂരത കാണിക്കുന്ന വസ്തുവാണ് തീ. ഈ ക്രൂരത കാണിക്കുന്ന വെള്ളത്തിന്റെ മുന്നിൽ നിലനിൽപ്പില്ലാത്ത ഈ സൃഷ്ടി ആരാധകർഹനല്ല. നിങ്ങൾ വരൂ, ലോകത്തിന്റെ സത്താവായ റബ്ബിനെ ആരാധിക്കാൻ വരൂ. ഇല്ലെങ്കിൽ നിങ്ങളോട് കംപ്ലൈന്റ് ഒന്നുമില്ല. ഞാൻ എന്റെ സത്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം, ഇല്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. എന്റെ ഉത്തരവാദിത്വം നിർവഹിച്ചിരിക്കുന്നു. അതല്ലേ ഇസ്ലാമിക പ്രബോധനത്തിന്റെ ശൈലി. തീവ്രവാദമല്ല, ഭീകരവാദമല്ല, അക്രമമല്ല. വിഷയം നന്നായി പറഞ്ഞുകൊടുക്കലാണ്. മഹാനായ ഖാജ പറഞ്ഞപ്പോ അവിടുന്ന് തീനാരാധിക്കുന്ന പൂജ നടത്തുന്നവരെ നേതാവ് പറഞ്ഞു, നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. അത് തീയിന്റെ പ്രകൃതി അങ്ങനെ തന്നെയല്ലേ? വെള്ളമൊഴിച്ചാൽ അതങ്ങോട്ട് പോകുമെന്നത് അതിന്റെ പ്രകൃതിയല്ലേ? തൊട്ടാ പൊള്ളിക്കുമെന്നത് പ്രകൃതിയല്ലേ? നിങ്ങൾ ആരാധിക്കുന്ന ലോകസത്താവായ ദൈവം, ആ ദൈവത്തിന്റെ സൃഷ്ടിയാണ് തീയെന്നും ആ ദൈവം ഉദ്ദേശിച്ചതേ നടക്കൂ എന്നുമല്ലേ നിങ്ങളെ മഹത്വം. എന്നാൽ നിങ്ങളൊന്നീ തീയിലേക്കൊന്ന് കടന്നു തരുമോ? നിങ്ങളെ ദൈവം രക്ഷിക്കുമോ എന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. മഹാനായ ഖാജ ഒരൽപ്പവും ശങ്കിച്ചു നിന്നില്ല. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞ ആശയം സത്യമാണെന്ന് തെളിയിക്കാനല്ലേ? എന്റെ റബ്ബിനെ ആരാധിക്കണമെന്ന് യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്താനല്ലേ? എന്റെ റബ്ബിനെ സഹായിക്കൂലേ? ശരിയായ വിശ്വാസമുള്ളവരെ സഹായിക്കൽ നമ്മളെ ബാധ്യതയാണെന്ന് റബ്ബ് പറഞ്ഞതല്ലേ? അവൻ ഏറ്റെടുത്തതല്ലേ? അതെ, ഇങ്ങോട്ട് കരാറ് പാലിക്കൂ, അങ്ങോട്ട് കരാറ് പാലിക്കുമെന്നവൻ പറഞ്ഞതല്ലേ? ഞാനൊരു ഫർദ് പഴിക്കാറില്ലല്ലോ, സുന്നത്തൊഴിക്കാറില്ലല്ലോ, ഹറാമ് ചെയ്യാറില്ലല്ലോ, കറാഹത്തെടുക്കാറില്ലല്ലോ. ഞാൻ കരാറ് പാലിച്ചവനല്ലേ? എന്നോടെന്റെ റബ്ബ് കരാറ് പാലിക്കൂലേ? അതെ, തൊട്ടടുത്ത് നിൽക്കുന്നൊരു ചെറുപ്പക്കാരന്റെ കൈയിങ്ങ് പിടിച്ചു. ആ ചെറുപ്പക്കാരൻ അതാ തീരാരാധിക്കുന്ന കൂട്ടത്തിലുള്ളതാണ്. ആ ചെറുപ്പക്കാരന്റെ കൈയും പിടിച്ചിട്ട് പൊല്ലായാനാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹീം, തീയിലേക്കങ്ങ് കടന്നു. എല്ലാവരും നിലവിളിക്കുന്നു. ഖാജ നേരെ തീയിലേക്കങ്ങ് കടക്കുന്നു. തീയില്ലതാ കുറച്ചു സമയം നിന്നു. ആരോഗ്യത്തോടെ ആ ചെറുപ്പക്കാരന്റെ കയ്യും പിടിച്ചിറങ്ങി വരുന്നു. എല്ലാവരും നോക്കി നിൽക്കുന്നു. ഈ തീയിനാരാധിക്കുന്നവര് ചോദിക്കുന്നു, ഈ ചെറുപ്പക്കാരനോട് എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. ഇദ്ദേഹത്തിന്റെ എന്റെ കയ്യും പിടിച്ച് ഇദ്ദേഹം അങ്ങ് കടന്നു. ചെന്നപ്പോൾ ഒരു തോട്ടമാണ്, ഒരു പ്രശ്നവുമില്ല. സുഹൃത്തുക്കളെ, അവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകളും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ദീൻ അംഗീകരിച്ചുപോയി. ദീൻ പ്രചരിക്കും
ജീവിച്ചത് തീവ്രവാദം കൊണ്ടല്ല, ഭീകരവാദം കൊണ്ടല്ല, അക്രമം കൊണ്ടല്ല, അനീതി കൊണ്ടല്ല. ആ ദീൻ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണം. അതിന് ഉഖ്റവിയായ ആലിമീങ്ങൾ വേണം. ആലിമീങ്ങൾ ഉണ്ടാകാൻ മുതഅല്ലിമീങ്ങൾ വേണം. അതിന് ദർസുകൾ വേണം, ദഅവാ കോളേജുകൾ വേണം, സ്ഥാപനങ്ങൾ വേണം. മുതഅല്ലിമീങ്ങൾ ഇഖ്ലാസോടെ